ഹലോ 150 കോടിയും കവിഞ്ഞ് വാഴ 2 തിയേറ്ററിൽ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴിതാ ആരാധകരെ ആവേശത്തിലാക്കി വിപിൻ ദാസ് ചിത്രത്തിന്റെ 3ാം ഭാഗം പ്രഖ്യാപിച്ചു. വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പെൺകുട്ടികളുടെ കഥയാണ് പറയുന്നത്. വാഴ 1 ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് പാരന്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് സഹോദര ബന്ധത്തിനാണ് ഊന്നൽ കൊടുത്തത്. എത്ര വഴക്കിട്ടാലും ഒരു പ്രതിസന്ധി വരുമ്പോൾ പരസ്പരം കൈകോർക്കുന്ന സഹോദരങ്ങളെയാണ് നമ്മൾ വാഴ 2-ൽ കണ്ടത്. ഇപ്പോൾ ഇതാ 3ാം ഭാഗം വാഴ 3 പെൺകുട്ടികളെക്കുറിച്ചാണ്. തിരക്കഥ വിപിൻ ദാസ് തന്നെ. അദ്ദേഹത്തിന്റെ സംവിധാന സഹായിയായിരുന്ന വിശ്വൻ ശ്രീജിത്താണ് 3ാം ഭാഗം സംവിധാനം ചെയ്യുന്നത്. വിപിൻ ദാസ്, ഹാരിസ്, അനീഷ് തുടങ്ങിയവർക്കൊപ്പം ഐക്കൺ സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അടുത്ത വർഷം ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് വിവരം. വൻ വിജയമായി തിയേറ്ററിൽ മുന്നേറുന്ന വാഴ 2 ആദ്യ ഭാഗത്തേക്കാൾ വലിയ വിജയമാണ് സ്വന്തമാക്കിയത്. ഹാഷിർ, അലൻ, വിനായക്, അജിൻ തുടങ്ങിയ സോഷ്യൽ മീഡിയ താരങ്ങൾ സ്വപ്നസമാനമായ ഒരു വളർച്ചയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഹാഷിർ ആൻഡ് ടീം ചോദിക്കുന്നത് പോലെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അവർക്ക് പോലും അറിയുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ നെസ്ലിനെ പിന്നിലാക്കി ഹാഷിർ കുതിക്കുന്നു. വാഴ 2-ന്റെ വൻ വിജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും റെക്കോർഡുകൾ തിരുത്തി കുറിക്കുകയാണ് ഹാഷിർ. സോഷ്യൽ മീഡിയയിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഹാഷിർ അത്ഭുതകരമായ വളർച്ച കൈവരിച്ചത്. തൻ്റെതായ ശൈലി കൊണ്ടും സ്വാഭാവികമായ നർമ്മം കൊണ്ടും നമ്മുടെയൊക്കെ മനം കവർന്ന ഹാഷിർ ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തെ കരുത്തുറ്റ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഹാഷിർ നമ്മുടെ സ്വന്തം നെസ്ലിനെ മറികടന്നിരിക്കുന്നു. നെസ്ലിന് 2.5 മില്യൺ ഫോളോവേഴ്സ് ആണെങ്കിൽ ഹാഷിറിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം 3.3 മില്യൺ കടന്നു. സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് വലിയ അവസരങ്ങൾ ഒരുക്കുന്ന വാഴ യൂണിവേഴ്സിലെ 3ാം ഭാഗത്തിൽ നായികമാരായി ആരൊക്കെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കും റിവ്യൂസിനുമായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.